رسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، فيقول شيخ الإسلام الإمام المجدد محمد بن عبد الوهاب رحمه الله في كتابه التوحيد: باب الدعاء إلى شهادة أن لا إله إلا الله، وقول الله تعالى: قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല എന്ന ഷഹാദത്തിലേക്കുള്ള ദുആ, ക്ഷണം അഥവാ ദഅവ. ഈ അധ്യായത്തിൽ ആദ്യമായി സൂറത്ത് യൂസുഫിലെ ആയത്താണ് ഷെയ്ഖ് എടുത്തു കൊടുത്തിട്ടുള്ളത്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. ഈ ആയത്ത് പോലെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ മറ്റൊരു ആയത്താണ് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഉദ്ഉ ഇലാ സബീലി റബ്ബിക, നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ബിൽ ഹിക്മ, ഹിക്മത്ത് കൊണ്ട് ക്ഷണിക്കുക. വൽ മൗഇളത്തിൽ ഹസന, നല്ല ഉപദേശം കൊണ്ട് ക്ഷണിക്കുക. അതുപോലെ വജാദിൽഹും, അവരോട് സംവദിക്കുക ഏറ്റവും നല്ല മാർഗത്തിൽ. ഇത് ദഅവത്തിന്റെ മാർഗമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ആ ആയത്തിനെ കുറിച്ച് പറഞ്ഞു: ഉദ്ഉ ഇലാ സബീലി റബ്ബിക, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കുക ഹിക്മത്ത് കൊണ്ട്, മൗഇളത്തുൽ ഹസൻ, മൗഇളത്തുൽ ഹസന, നല്ല ഉപദേശം കൊണ്ട്, അതുപോലെ വളരെ നല്ല രീതിയിൽ അവരോട് സംവദിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ ആയത്തിനെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു: ذكر سبحانه مراتب الدعوة وجعلها ثلاثة أقسام. അള്ളാഹു ദഅവത്തിന് മൂന്ന് മർത്തബകൾ പറഞ്ഞു, ദഅവത്തിന്റെ മർത്തബകൾ പറഞ്ഞു, അതിനെ മൂന്നാക്കി തിരിച്ചു. ദഅവത്തിന്റെ സ്റ്റെപ്പുകൾ പറഞ്ഞു. ബിഹസബി ഹാലിൽ മദ്ഉ, ആർക്കനുസരിച്ചിട്ടാണ് ഈ സ്റ്റെപ്പുകൾ മാറുക, ആരെയാണോ നമ്മൾ ക്ഷണിക്കുന്നത് അവർക്കനുസരിച്ച്. എന്തൊക്കെയാണ് പറയുന്നത്? ഹിക്മ, ഒന്ന് ഹിക്മത്ത് പറഞ്ഞു, നല്ല യുക്തിയോടെ ക്ഷണിക്കുക, ബുദ്ധിപൂർവ്വം ക്ഷണിക്കുക. അൽ മൗഇള അൽ ഹസന, സത്യമായ ഉപദേശം കൊടുക്കുക, സതുപദേശം, മനസ്സിൽ തട്ടുന്ന ഉപദേശം കൊടുക്കുക, അങ്ങനെയുള്ള വാക്കുകൾ പറയും. വഖുൽ ലഹും ഫി അൻഫുസിഹിം ഖൗലൻ ബലീഗ, അല്ലാഹു പറഞ്ഞു നീ അവരുടെ മനസ്സിൽ തട്ടുന്ന വാക്ക് പറയുക. അതുപോലെ മൂന്നാമത്തേത് എന്താണ്? അവരോട് നല്ല നിലക്ക് സംവദിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആരെയാണോ നമ്മൾ ക്ഷണിക്കുന്നത് അവർക്കനുസരിച്ചിട്ടാണ് ഈ മർത്തബകൾ മാറുക. ഇബ്നുൽ ഖയ്യിം പറയുന്നു: فإنه إما أن يكون طالبا للحق محبا له, ഒന്നുകിൽ നമ്മൾ ക്ഷണിക്കുന്ന ആൾ എങ്ങനത്തെ ആളായിരിക്കും? താലിബൻ ലിൽ ഹഖ്, ഒരു സത്യാന്വേഷിയായിരിക്കും, സത്യത്തെ അന്വേഷിച്ച് നടക്കുന്ന ആളായിരിക്കും. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. മുൻഗാമികളിൽ ഉണ്ടായിരുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സത്യം അന്വേഷിച്ച് കാതങ്ങൾ താണ്ടി ഹിദായത്ത് അന്വേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നതാണ്. എത്രയോ നാടുകൾ താണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് സൽമാനെ ചൂണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്: ലൗ കാനൽ ഈമാനു ബിത്തുരയ്യ ലനാലഹു റജുലുൻ മിൻ ഹൗലാ. ഇതാ ഈമാൻ സുരയ്യ നക്ഷത്രത്തിലാണെങ്കിലും ഇതേപോലുള്ള ആൾ പോയി എടുത്തിട്ട് വരും. അത്രയും ഹിദായത്ത് ഈമാൻ അന്വേഷിച്ച് വന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെ താലിബുൽ ഹഖാണെങ്കിൽ, സത്യാന്വേഷിയാണെങ്കിൽ, മുഹിബ്ബൻ ലഹു, സത്യത്തെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ, മുഅ്സിറൻ ലഹു അലാ ഗൈരിഹി, സത്യത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്ന ആളാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, എത്ര നല്ല സ്വഭാവമാണെന്ന് നോക്കിയത്. അള്ളാഹു നമ്മളെ ആ സ്വഭാവത്തിലാക്കി തീർക്കുമാറാകട്ടെ. സത്യം അന്വേഷിക്കുന്ന,
സത്യത്തെ സ്നേഹിക്കുന്ന, സത്യത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്ന ഇങ്ങനെയുള്ള ഒരാളാണെങ്കിലോ മുഅ്സിറൻ ലഹു അലാ ഗൈരിഹി ഇദാ അറഫഹു, സത്യം അവൻ അറിഞ്ഞാൽ പിന്നെ അവൻ ഏറ്റവും കൂറ് എന്തിനോടാണ്? ആ ഹക്കിനോടാണ്, മറ്റൊന്നിനോടുമല്ല, ആരോടുമല്ല, ഹക്കിനോടാണ് അവന്റെ കൂറ്. ഫഹാദാ യുദ്ആ ബിൽ ഹിക്മ, ഇങ്ങനെയുള്ളവന് ഹിക്മത്തോടെ ക്ഷണിക്കുക. വലാ യഹ്താജു ഇലാ മൗഇദത്തിൻ വജിദാലിൻ, അവനോട് കുറെ ഉപദേശിക്കേണ്ട കാര്യമില്ല, സത്യം അവനോട് പറഞ്ഞു കൊടുത്താൽ മതി. കുറെ ഉപദേശിച്ചിട്ട് നീ സ്വീകരിച്ചില്ലെങ്കിൽ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നതൊന്നും ഇങ്ങനെയുള്ള ആളുകൾക്ക് ആവശ്യം വരില്ല. അതുപോലെ വജിദാൽ, തർക്കിക്കേണ്ട ആവശ്യം വരികയില്ല അവനോട്. ഇതാണ് ഒന്നാമത്തെ ആൾക്ക്. ആ ഹിക്മത്ത് തന്നെ മതിയാവും, ഹക്ക് യഥാർത്ഥ നിലക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ മതിയാകും. അല്ലെങ്കിൽ രണ്ടാമത്തെ അവസ്ഥ എന്താണ്? അല്ലെങ്കിൽ ചില ആളുകൾ എങ്ങനെയായിരിക്കും, അവൻ സത്യത്തിനെതിരായ, ഹക്കിനെതിരായ കാര്യത്തിൽ അങ്ങനെ കുറെ കളിച്ചിട്ടുണ്ടാവും, അതിൽ ശുഗലായിട്ടുണ്ടാവും. ഹക്കിനെതിരായ കാര്യത്തിൽ അവൻ കുറെ ശുഗലായിട്ടുണ്ടാവും, അതിൽ വ്യാപൃതനായിട്ടുണ്ടാവും. ലാക്കിൻ പക്ഷേ ലൗ അറഫഹു ആതറഹു വത്തബഅഹു, എന്നാൽ ഹക്ക് അറിഞ്ഞാൽ അവൻ അതിന് മുൻതൂക്കം കൊടുക്കുന്നവനും ഹക്കിനെ സ്വീകരിക്കുന്നവനൊക്കെയാണ്, ദുരുദ്ദേശങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്ക് ഹക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, കുറച്ച് അവനെ താക്കീത് ചെയ്യേണ്ടി വരും. അതുപോലെ അവന് ഈ ഹക്ക് സ്വീകരിച്ചാലുള്ള കിട്ടാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആഗ്രഹിപ്പിക്കേണ്ടി വരും, ആഗ്രഹം ജനിപ്പിക്കുന്ന നിനക്ക് സംസാരിക്കേണ്ടി വരും. അതാണ് അൽ മൗഇദ അൽ ഹസന, സതുപദേശം. മൂന്നാമത്തെ അവസ്ഥ എന്തായിരിക്കും? അവൻ മുആനിദായിരിക്കും, സത്യത്തിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവൻ, അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവൻ. അവനോട് ആദ്യം വളരെ നല്ല നിലക്ക് തർക്കിക്കേണ്ടി വരും, സംസാരിക്കേണ്ടി വരും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഫൈൻ റജഅ, ഇനി അവൻ അങ്ങനെ മടങ്ങുകയാണെങ്കിൽ, ഇല്ലെങ്കിലോ ഇൻതഖല മഅഹു ഇലൽ ജിദാലി ഇൻ അംകൻ, സാധിക്കുമെങ്കിൽ അവനോട് എന്ത് വേണ്ടി വരും? കുറച്ചുകൂടി സംസാരിക്കേണ്ടി, തർക്കിക്കേണ്ടി വരും. ചിലപ്പോ അവനോട് സംസാരിച്ചാൽ അവൻ ഹക്കിലെത്തിയിട്ടില്ലെങ്കിലും കേൾക്കുന്ന താലിബുൽ ഹക്കുകൾ ഉണ്ടാവും. ചിലത് സത്യത്തെ അന്വേഷിക്കുന്ന സാധാരണക്കാരുണ്ടാവും, അവർക്ക് അള്ളാഹു തൗഫീഖ് ഉണ്ടെങ്കിൽ എന്താകും? അവർക്ക് ഹിദായത്ത് കിട്ടും, അവർക്ക് കാര്യം മനസ്സിലാകും. ചിലപ്പോ ഇവൻ നമ്മൾ ആരോടാണ് സംസാരിച്ചത്, അവൻ മുആരിദായിട്ട് ഉണ്ടായാലും കേൾക്കുന്ന ആളുകൾ നന്നായേക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദഅവത്തിന് ചില മറാത്തിബുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണ് മുഅ്മിനുകൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത്. ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. വ്യക്തമായിരിക്കണം മുസ്ലിങ്ങളുടെ ദഅവ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽ മജാസ് ചന്തയിൽ നിന്നിട്ട് ജനങ്ങളോട് പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, നിങ്ങൾക്ക് വിജയിക്കാം. നമുക്ക് എന്താണ് പറയാനുള്ളത്? അത് വ്യക്തമായിരിക്കണം. അത് സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തുകൾ എഴുതാറുണ്ടായിരുന്നത് പോലെ, ഫഇന്നി അദ്ഊക ബിആയത്തിൽ ഇസ്ലാം അസ്ലിം തസ്ലം യുഅ്തിക അല്ലാഹു അജ്റക മറത്തൈൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് രാജാക്കന്മാരെ അയച്ച കത്തുകളിൽ, അസ്ലിം ഫഇന്നി അദ്ഊക ബിആയത്തിൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിന്റെ വഴി വിളിക്കുകയാണ്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്ലിം, നീ മുസ്ലിം ആവുക. തസ്ലം, എങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. അള്ളാഹു നിനക്ക് 2 തവണ പ്രതിഫലം തരും, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് വഴിതെറ്റുന്ന ആളുകളുടെ കൂടി ശിക്ഷ നിനക്കുണ്ടാകും. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നസ്രാനികളായ രാജാക്കന്മാർക്ക് കത്തേക്കാറില്ല. വ്യക്തമാണ് സന്ദേശം. എന്താണ് നമുക്ക് പറയാനുള്ളത്? നിങ്ങൾ മുസ്ലിങ്ങളാവണം എന്നാണ്, നിങ്ങൾ മുസ്ലിങ്ങളാവണം എന്നാണ് പറയാനുള്ളത്. ഹൽ അൻതും മുസ്ലിമൂൻ എന്നാണ് പറയാനുള്ളത്. അത് പറയാൻ ആർക്കേ സാധിക്കുകയുള്ളൂ? സ്വന്തം ദീനിനെ കുറിച്ച് ഇജ്ജത്തുള്ളവന് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലാത്തവന് സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അതുപോലെ നരകത്തെ കുറിച്ച് താക്കീത് ചെയ്യണം. ഇത് സ്വീകരിച്ചില്ലെങ്കിൽ നരകം നിങ്ങൾക്ക് വരാനുണ്ട്, ഇത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് പരലോകത്ത് നല്ല പ്രതിഫലം ലഭിക്കും. അതല്ലാതെ ഇസ്ലാമിന്റെ കുറെ മദ്ഹ് അവർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് കാര്യമില്ല. ഇസ്ലാം അങ്ങനെയാണ്, ഇസ്ലാം എങ്ങനെയാണ്,
അത് അവരും അംഗീകരിക്കണമായിരിക്കും. അതെ, ഇസ്ലാം അങ്ങനെ തന്നെയാണ്, എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ്, എല്ലാത്തിനും നന്മയുണ്ട് എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന ആളുകളായിരിക്കും പല ആളുകളും. മുദാഹനയുടെ പതപ്പിക്കലിന്റെ ആളുകൾ. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിക ദഅവ എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തമായിരിക്കണം, വളരെ വ്യക്തമായി ക്ഷണിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി, സഹാബത്തിന്റെ രീതി. അതാ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അയച്ച കത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? സുലൈമാൻ ഹുദ്ഹുദിന്റെ കയ്യിൽ കത്ത് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഹുദ്ഹുദ് കത്ത് താഴെയിട്ടു. അപ്പോ ആ നാട്ടിലെ സഭയിലെ രാജ്ഞി കത്തെടുത്തു. എന്നിട്ട് പറയുകയാണ്, ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം, ഇതാ മാന്യമായ ഒരു കത്ത് എനിക്ക് കിട്ടിയിരിക്കുന്നു. ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് സുലൈമാനിൽ നിന്നുള്ള കത്താണ്. കത്ത് വായിക്കുകയാണ്. കത്ത് എങ്ങനെയാ തുടങ്ങുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയതുപോലെ. എന്താ കത്തിലുള്ളത്? അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ. എന്റെ മുകളിൽ കയറാൻ നോക്കണ്ട രാജാവാണ്. വഅതൂനി മുസ്ലിമീൻ, മുസ്ലിങ്ങളായിട്ട് ഇങ്ങോട്ട് വാ. അത്ര ശക്തമായ ദഅവത്താണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അവര് മുസ്ലിമായില്ല. അവസാനം അവര് മുസ്ലിമായി. അവര് സുലൈമാന്റെ അടുത്തേക്ക് വന്നു, അവസാനത്തിൽ വന്നു. എന്നിട്ട് അതാ അവിടെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധികാരമുള്ള വിശാലമായ സ്ഥലത്ത് അവിടെ ഒരു കണ്ണാടിയുണ്ട്. അതിന്റെ താഴെ വെള്ളമുണ്ട്. അപ്പൊ ആ സ്ത്രീയോട് പറയപ്പെട്ടു, ഇതിൽ പ്രവേശിക്കൂ. അപ്പൊ അവരെന്ത് ചെയ്തു? അവരവരുടെ അവരുടെ കണങ്കാലുകളിൽ നിന്ന് വസ്ത്രം കുറച്ച് ഉയർത്തി. എന്തിനാണിത്? വെള്ളമാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് വെള്ളമല്ല, അതിന് മുകളിൽ എന്തുണ്ട്? കണ്ണാടി. അത്രയും അതിസുന്ദരമായ കൊട്ടാരമാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. ഭൂമിയിൽ ഒരു രാജാവിനും അതുപോലെ കിട്ടുകയില്ല. ഇന്ന് നമ്മൾ എത്ര സൗകര്യത്തിലെത്തിയിട്ടുണ്ടെങ്കിലും എത്ര കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടുകയില്ല. എല്ലാത്തിൽ നിന്നും സൈന്യം, ജിന്നുകളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന്, പറവകളിൽ നിന്ന്. കാറ്റ് സുലൈമാന്റെ ആജ്ഞപ്രകാരം സഞ്ചരിക്കുന്നു. രാവിലെയും വൈകുന്നേരം സഞ്ചരിക്കുന്നു സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൽപ്പന പ്രകാരം. അങ്ങനെയുള്ള സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് അവിടെ കടക്കാൻ പറഞ്ഞു. അപ്പൊ അവര് ഇത് പൊക്കിയപ്പോ പറഞ്ഞു, ഇതെന്താണ്? ഇന്നഹ സർഹുൻ മുമർറദുൻ മിൻ ഖവാരീർ. അതിന്റെ മുകളിൽ കണ്ണാടിയുണ്ട്, സ്ഫടികമുണ്ട്. അവര് പറഞ്ഞു, ഖാലത് ഇന്നി ളലംതു നഫ്സി വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ. സുലൈമാന്റെ കൂടെ ഞാൻ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് മുസ്ലിമായിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇതാണ് ഇസ്സത്തിന്റെ, അന്തത്തിന്റെ ദഅവ, നബിമാരുടെ ദഅവ, സലഫുകളുടെ ദഅവ. അതെന്താണ്? ഇസ്സത്തിന്റെ ദഅവത്താണ്. അതുപോലെ വ്യക്തമായ ദഅവത്താണ്, സുതാര്യമായ ദഅവത്താണ്. അങ്ങനെ ക്ഷണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഇനി നോക്കൂ അടുത്ത ഹദീസ്. എന്താണ് അടുത്ത ഹദീസ്? عن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم لما بعث معاذا إلى اليمن. عبد الله بن عباس رضي الله عنه رواية ചെയ്യുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ബഅസ, അയച്ചപ്പോൾ, അയക്കുന്ന സന്ദർഭത്തിൽ, ബഅസ എന്ന് പറഞ്ഞാൽ അയക്കുക. മുആദൻ, ആരാണ് അയക്കുന്നത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. എവിടത്തേക്കാണ് അയക്കുന്നത്? ഇലൽ യമൻ. എവിടത്തേക്കാണ്? യമനിലേക്കാണ് അയക്കുന്നത്. ഖാല ലഹു, യമനിലേക്ക് അയക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞു, ഇന്നക തഅതി, താങ്കൾ ചെല്ലുന്നത് ഖൗമൻ, ഒരു ഖൗമിന്റെ അടുത്തേക്കാണ്. എങ്ങനത്തെ ഖൗമാണ്? മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട, കിതാബിന്റെ ആളുകളായ എന്ന് പറഞ്ഞാൽ അൽ യഹൂദു വൻ നസാറ, യഹൂദികളും നസ്രാനികളുമാണ്, ജൂതന്മാരും നസ്രാനികളുമാണ് ഈ അഹ്ലുൽ കിതാബ് എന്നറിയപ്പെടുന്നത്. ഫലിയകുൻ, അതുകൊണ്ടായിരിക്കട്ടെ, ഫലിയകുൻ, അതുകൊണ്ടായിരിക്കട്ടെ, ഔവല, ഒന്നാമത്തെ കാര്യം,
ഒന്നാമത്തെ കാര്യം മാ തദ്ഉഹും, നീ അവരെ ക്ഷണിക്കുന്നത് എന്താണോ അതിലൊന്നാമത്തത് എന്തായിരിക്കട്ടെ, ഇലൈഹി, ഏതിലേക്കാണോ നീ ക്ഷണിക്കുന്നത് അതിലൊന്നാമത്തത് എന്തായിരിക്കട്ടെ, ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് സാക്ഷ്യം വഹിക്കുന്നതിലേക്കായിരിക്കട്ടെ. വഫീ റിവായത്തിൻ, മറ്റൊരു റിവായത്തിൽ വന്നത് ഇലാ അൻ യുവഹിദുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഏകനാക്കുന്നതിലേക്ക്, തൗഹീദിലേക്കായിരിക്കട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫഇൻഹും, അവർ ആയെങ്കിൽ, എന്തായെങ്കിൽ, അഫാഊക, നിന്നെ അവർ അനുസരിച്ചെങ്കിൽ, ലിദാലിക, അക്കാര്യത്തിൽ, നിന്നെ അക്കാര്യത്തിൽ അവർ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, ഫഅലിംഹും, അപ്പോൾ നീ അവരെ അറിയിക്കുക, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഇഫ്തറദ അലൈഹിം, അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്, ഖംസ സലവാത്തിൻ, എന്താണ്, 5 നമസ്കാരങ്ങൾ, ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ, എല്ലാ പകലിലും രാത്രിയിലും എന്ന് പറഞ്ഞാൽ പകലിലും രാത്രിയിലുമായിട്ടാണ് നിസ്കാരങ്ങളുള്ളത്, 5 നേരത്തെ നമസ്കാരങ്ങളുള്ളത്. തൗഹീദ് നിന്നെ അവരനുസരിച്ചാൽ അതറിയിക്കുക. ഫഇൻഹും അഫാഉ ലിദാലിക്, അതേ വാക്ക്, അക്കാര്യത്തിൽ അവർ നിന്നെ അനുസരിച്ചാൽ, ഫഅലിംഹും, അപ്പോൾ നീ അവരെ അറിയിക്കുക, അന്നല്ലാഹ ഇഫ്തറദ അലൈഹിം, അല്ലാഹു അവർക്ക് ഫർളാക്കിയിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു, സദഖതൻ ഐ സകാതൻ, സകാത്തിന് എന്ത് പറയാറുണ്ട്, സദഖ എന്ന് പറയാറുണ്ട്. ഖുർആനിൽ അല്ലാഹു ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീന എന്ന് പറഞ്ഞ് സകാത്തിന്റെ 8 അവകാശികൾ പറഞ്ഞത് തന്നെ സദഖ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ സകാത്തിന് സദഖ എന്ന് ഉപയോഗിക്കാറുണ്ട്, സകാത്തിന് സദഖ എന്ന് ഉപയോഗിക്കാറുണ്ട്. തുഖദു മിൻ അഗ്നിയാഇഹിം, എന്താണ് സദഖ? തുഖദു, അത് എടുക്കപ്പെടും, അത് വാങ്ങും, മിൻ അഗ്നിയാഇഹിം, അവരിലെ ധനികരിൽ നിന്ന്. ഗനിയുൻ എന്ന വാക്കിന്റെ ജംആണ് അഗ്നിയ, പണക്കാർ, അവരുടെ പണക്കാരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടും. ഫതുറദ്ദു, എന്നിട്ടത് കൊടുക്കും, അത് മടക്കും, ആരിലേക്കാണ് കൊടുക്കുക? അലാ ഫുഖറാഇഹിം, അവരുടെ ഫഖീറുമാർക്ക്, അവരുടെ സമ്പന്നിൽ നിന്നെടുത്ത് ഫഖീറുമാർക്ക് കൊടുക്കുന്ന സകാത്ത് അവർക്ക് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന കാര്യം നീ അവരെ അറിയിക്കുക, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ നിന്നനുസരിച്ചാൽ. ഫഇൻഹും അതാഉ ലിദാലിക്, അവർ നിന്നെ അതിൽ അനുസരിച്ചാൽ, ഫഇയ്യാക, ഇയ്യാക എന്ന വാക്ക് സൂക്ഷിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇയ്യാക വ എന്ന് പറഞ്ഞാൽ, ഇയ്യാക വ, അലൈക്കും ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇക്കാര്യം മുറുകെ പിടിക്കണം എന്നാണ്. ഇയ്യാക വ എന്ന് പറഞ്ഞ ഏത് കാര്യമാണ് പറയുന്നത്? അക്കാര്യം സൂക്ഷിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലൈക്കും ബിസ്ദിഖ്, നിങ്ങൾ സത്യസന്ധത മുറുകെ പിടിക്കുക. അതേ ഹദീസിൽ തന്നെ കുറച്ച് അങ്ങോട്ട് കാണാം, വയ്യാക്കും വൽ കദിബ്, നിങ്ങൾ കളവിനെ സൂക്ഷിക്കുക. അപ്പൊ അലൈക്കും എന്നത് മുറുകെ പിടിക്കാനും, അലൈക്കും ബി എന്ന് പറഞ്ഞ ഏത് കാര്യമാണോ പറയുന്നത് അക്കാര്യം മുറുകെ പിടിക്കാനും, ഇയ്യാക്കും വ എന്ന് പറഞ്ഞിട്ട് ഏതാണോ പറയുന്നത് അത് സൂക്ഷിക്കാനുമാണ്. ഇർബാദ് ഇബ്നു സാരിയയുടെ പ്രസിദ്ധമായ ഹദീസിലുണ്ടല്ലോ, അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. അതേ ഹദീസിൽ കാണാൻ കുറച്ചങ്ങോട്ടെത്തിയാൽ, വയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ പുതിയ കാര്യങ്ങളെ സൂക്ഷിക്കുക. അപ്പൊ ഇയ്യാക്കും അലൈക്കും എന്നതിന്റെ പ്രയോഗം ഇതാണ്. ഫയ്യാക വ കറായിമൽ അംവാൽ, നീ സൂക്ഷിക്കുക, കറായിമ അംവാലിഹിം, അവരുടെ സമ്പത്തിലെ, മാലിന്റെ ജമാണ് അംവാൽ, അവരുടെ സമ്പത്തിലെ കറായിമിനെ നീ സൂക്ഷിക്കുക. കറായിം എന്നാൽ കരീമ എന്ന വാക്കിന്റെ ജമാണ് കറായിം, അഥവാ അവരുടെ സമ്പത്തിലെ മുന്തിയ ഇനം, അതിനെ നീ സൂക്ഷിക്കണം. അത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുമ്പോൾ കൂടുതൽ പറയാം. വത്തഖി, നീ സൂക്ഷിക്കണം, ദഅവത്തൽ മദ്ലൂം, മദ്ലൂമിന്റെ ദുആയെ നീ സൂക്ഷിക്കണം. മദ്ലൂം ആരാ? ദുൽമ ചെയ്യപ്പെട്ടവൻ, മർജിദൻ, ദ്രോഹിച്ചിട്ടുണ്ട് അവൻ ആരെങ്കിലും അന്യായമായിട്ട്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവന് ദ്രോഹമേറ്റിട്ടുണ്ട്, അവന്റെ രക്തത്തിലോ സമ്പത്തിലോ അഭിമാനത്തിലോ അവന് ദ്രോഹമേറ്റിട്ടുണ്ട്. അവൻ വൃത്തിയിട്ടവനാണെങ്കിലും ശരി, കാഫിറാണെങ്കിലും ശരി, മദ്ലൂമാണോ മർജിദനാണോ, അവന്റെ ദുആയെ നീ സൂക്ഷിക്കുക, അവന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിച്ചുകൊള്ളുക. ഫഇന്നഹു, കാരണം അത്
ലൈസ ബൈനഹാ വബൈനല്ലാഹി, അതിനും അള്ളാഹുവിനും ഇടയിൽ ഇല്ല, അഥവാ അവന്റെ പ്രാർത്ഥനക്കും അള്ളാഹുവിനും ഇടയിലില്ല ഹിജാബുൻ, ഒരു മറയുമില്ല. അള്ളാഹു അത് സ്വീകരിക്കും എന്നർത്ഥം. ഇതാണ് ഈ ഹദീസിന്റെ ഒരു ജുംലത്തായ അർത്ഥം, ചുരുക്കി പറഞ്ഞാലുള്ള അർത്ഥം. നോക്കൂ, നിങ്ങൾ ആദ്യം തന്നെ പറയുകയാണ്, ആരാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഹാബി? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. أن رسول الله صلى الله عليه وسلم لما بعث معاذا إلى اليمن, മുആദിനെ യമനിലേക്ക് അയച്ചപ്പോൾ, മുആദ് ഇബ്നു ജബൽ ആണ് സഹാബി. ഈ സഹാബിയുടെ പ്രസിദ്ധമായ ഹദീസാണ് നമ്മൾ ആദ്യം പഠിച്ചത്. യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. ഇത് മുആദിന്റെ സംഭവമാണ്, മുആദിനോടാണ് നബി പറയുന്നത്. പക്ഷെ റിവായത്ത് ചെയ്യുന്നത് ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ആണ്. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ സഹാബിമാരെ കുറിച്ച് പറഞ്ഞത് റിവായത്ത് ചെയ്യുന്ന സഹാബിമാർ വേറെ ആയിരിക്കും. അങ്ങനെ പല സംഭവങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ വന്നിട്ടുണ്ട്. ഹദീസിന്റെ കിതാബുകളിൽ അങ്ങനെ പലതും വന്നിട്ടുണ്ട്. ഇപ്പൊ നോക്ക്, അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മേൽ കയറിയിട്ട് പറഞ്ഞു, ഒരടിമക്ക് അള്ളാഹു തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പോ അടിമ അള്ളാഹുവിലുള്ളതും ദുനിയാവിലുള്ളതും ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പോൾ ആ അടിമ അള്ളാഹുവിലുള്ളത് തെരഞ്ഞെടുത്തു. അപ്പൊ ആര് തെരഞ്ഞു? അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ റിവായത്ത് ചെയ്യുന്നത് ആരാണ്? അബൂ സഈദുൽ ഖുദ്രി. നിരവധി സംഭവങ്ങൾ അങ്ങനെ കാണാം. മുആദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുകയാണ് യമനിലേക്ക്. എപ്പോഴാണ് ഇത് അയച്ചത്? ഹിജറ 10ാമത്തെ വർഷമാണ് ഈ സംഭവം നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ യമനിലേക്ക് അയച്ചത് ഏത് വർഷമാണ്? ഹിജറ 10ാമത്തെ വർഷം. 9ന്റെ അവസാനം എന്നും അഭിപ്രായമുണ്ട്. ഹിജറ 10ാമത്തെ വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന് മുമ്പ്, നബിയുടെ ഹജ്ജ് ഉണ്ടല്ലോ, നബിയുടെ ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ്, അതിന്റെ മുൻപാണ് മുആദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പറഞ്ഞേക്കാം. മുആദ് മിൻ ഉലമാഇ സഹാബ. മുആദിന്റെ പ്രത്യേകത എന്താണ്? മുആദ് ആരാണ്? മിൻ ഉലമാഇ സഹാബ, സഹാബത്തിലെ ആലിമുകളിൽപ്പെട്ട ആളാണ്. അൻസാരിയായ സഹാബിയാണ്, മുഹാജിറല്ല, അൻസാരിയാണ് മുആദ് ഇബ്നു ജബൽ. മുആദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയച്ചു. മുആദ് യമനിൽ തന്നെ ആയിരുന്നു. അബൂബക്കർ സിദ്ദീഖിന്റെ ഖിലാഫത്തിന്റെ കാലത്താണ് മുആദ് യമനിൽ നിന്ന് പിന്നീട് മടങ്ങി വരുന്നത്. മുആദിന്റെ കൂടെ വേറൊരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിരുന്നു. ആരാണത്? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും അയച്ചിരുന്നു. കാരണം അബൂ മൂസ അശ്അരിനെ അയക്കാൻ ഒരു കാരണമുണ്ട്. അബൂ മൂസ അശ്അരി യമൻകാരനാണ്. അബൂ മൂസ അശ്അരി ഏത് നാട്ടുകാരനാണ്? യമൻകാരനാണ്. അവരുടെ ഹിജറ ഒരു കഥയാണ്. അവർ മദീനയിലേക്ക് ഹിജറ വന്നത് ഒരു കഥയാണ്. കാരണം അവര് യമനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി പുറപ്പെട്ടു. കപ്പലിൽ പുറപ്പെട്ടു. കപ്പൽ വഴിതെറ്റിട്ട് എവിടെ എത്തി? അബിസീനയിലെത്തി, ഹബശയിലെത്തി. ഹബശയിൽ അവരെ ഇറങ്ങി നോക്കുമ്പോ അവിടെ മുസ്ലിങ്ങളുണ്ട്. ഏത് മുസ്ലിങ്ങളാ? അവിടത്തേക്ക് ഹിജറ പോയ ജാഫർ ഇബ്നു അബീ താലിബ് ഒക്കെ ഉണ്ടല്ലോ, ആ സഹാബി. അങ്ങനെ അവരവിടെ നിന്നു. നബിയുടെ അടുത്തേക്ക് ഹിജറ വന്നതാണ്. അവരവിടെ എത്തി. അവസാനം പിന്നീട് ഇവരെല്ലാവരും കൂടി അവിടത്തേക്ക് വന്നു, മദീനയിലേക്ക് വന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് 2 ഹിജറയുടെ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞു. ഈ വന്ന ആളുകൾക്ക് 2 ഹിജറയുടെ. അസ്ഹാബു സഫീന, കപ്പലിന്റെ ആളുകൾ. ആ കൂട്ടത്തിലാണ് ആരുള്ളത്? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. യമനിയാണ്, അത് യമാനി എന്ന് പറയുന്നത്, അതായത് യമൻകാരൻ. അതുകൊണ്ടുകൂടിയാണ് അല്ലാഹു ആലം മുആദിന്റെ കൂടെ ആരെ അയച്ചിട്ടുണ്ട് യമനിലേക്ക്? അബൂ മൂസ അശ്അരിയെയും കൂടി അയച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നബി ഉപദേശം കൊടുത്തത്, യസ്സിറാ വലാ തുഅസ്സിറാ വബശ്ശിറാ വലാ തുനഫിറാ. നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമാക്കുക, പ്രയാസമുണ്ടാക്കരുത്. അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, അവരെ വെറുപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു. വലാ തഖ്തലിഫാ, പരസ്പരം സഹകരിക്കുക, അനുസരിക്കുക, പരസ്പരം ഭിന്നിക്കരുത് എന്നൊക്കെ പറഞ്ഞയച്ചത് ഇവർ 2 പേരെയാണ്. അങ്ങനെ യമനിലേക്ക് അയച്ചു. അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് മദീനയിലേക്ക് മടങ്ങി വന്നു. പിന്നീട് മുആദ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയി. പിന്നീട് എവിടത്തേക്ക് പോയി?
ഷാമിലേക്ക് പോയി. രണ്ടു ഭാഗത്താണ്, രണ്ടു ഭാഗത്താണ്. നിങ്ങൾക്ക് കാബയുടെ റുക്കുനുൽ യമാനി പിള്ളേർക്കറിയില്ലേ, അത് ഏത് ഭാഗത്തേക്കുള്ള മൂലയാണ്? യമനിന്റെ ഭാഗത്തേക്കുള്ള മൂല. അത് യമനിന്റെ ഭാഗത്തേക്കുള്ള മൂല. പിന്നെ ഒന്ന് ഇറാഖിന്റെ ഭാഗത്തേക്കുള്ള മൂല. പിന്നെ ബാക്കിയുള്ള രണ്ട് മൂലകൾ എന്ത് പറയും? ഷാമി മൂലകൾ, രണ്ട് ഷാമിയായ റുക്കുനുകൾ. ആ ഷാമു ഭാഗത്തേക്കുള്ളതാണ്. ഇങ്ങനെയാണ്. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തുമാണ് യമനും ഷാമും. ഷാമിലേക്ക് പിന്നെ പോയി. ഷാം എന്നാൽ ഫിലസ്തീൻ, അതുപോലെ ഉറുദുൻ, ജോർദാൻ, ലുബ്നാൻ, ഇങ്ങനെയുള്ള നാടുകളൊക്കെ, സിറിയ, സൂര്യ എന്നറിയപ്പെടുന്ന സിറിയ, ഇതൊക്കെ ഉള്ള വലിയ പ്രദേശമാണ് ഷാം എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഷാമിലേക്ക് പിന്നീട് ചെന്നു. അവിടെയാണ് ഇദ്ദേഹം വഫാത്തായത് റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മുആദ് ഇബ്നു ജബലിനെ കുറിച്ച് പറഞ്ഞു, വമിൻ ഫദാഇലി മുആദ്, മുആദിന്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസഹു ഇലൽ യമനി മുബല്ലിഗൻ അൻഹു വമുഫഖിഹൻ വമുഅല്ലിമൻ വഹാകിമാ. മുആദിന്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ യമനിലേക്ക് അയച്ചത് മുബല്ലിഗൻ അൻഹു, നബിയുടെ വിവരങ്ങൾ, നബിയിൽ നിന്ന് ദീൻ എത്തിച്ചു കൊടുക്കുന്ന ആളായിക്കൊണ്ട്, വമുഫഖിഹൻ, ദീൻ നന്നായി പഠിച്ച ഫഖീഹായിക്കൊണ്ട്, വമുഅല്ലിമൻ, പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായിക്കൊണ്ട്, വഹാകിമൻ, വിധികർത്താവായിക്കൊണ്ട്. മുആദിനെ ഭരണാധികാരിയായിക്കൊണ്ട് മുആദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയച്ചു എന്നുള്ളത് മുആദിന്റെ ഫضലാണ്. അങ്ങനെ കൊള്ളാത്ത ഒരാളയക്കുവോ ഇത്രയും വലിയ കാര്യത്തിന്? ഒരിക്കലുമില്ല. മുആദിന്റെ ഫضലാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് മുആദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, നീ അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു ഖൗമിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അതിന് തൗത്തീൻ എന്ന് പറയും. തൗത്തീൻ എന്ന് പറഞ്ഞാൽ അവരെ ദഅവത്ത് ചെയ്യാനൊന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് മുആദിനോട് നബി പറഞ്ഞത്. കാരണം ആരെയാണ് നമ്മൾ ക്ഷണിക്കുന്നത് എന്ന് അറിഞ്ഞാൽ നമുക്ക് അവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിന് ഒരുങ്ങാൻ പറ്റും. അല്ലെ, ഒരു മുൽഹിദിനോട്, ഒരു നിഷേധിയോട് സംസാരിക്കുന്നവനെ പോലെയല്ല ഒരു നസ്രാനിയോട് സംസാരിക്കുന്നത്. ഒരു മുശ്രിക്കിനോട് സംസാരിക്കുന്നത് പോലെയല്ല ഒരു ശുയൂഇയോട് സംസാരിക്കേണ്ടത്. ശുയൂഇ ആരാ? കമ്മ്യൂണിസ്റ്റുകാരൻ. അവനോട് സംസാരിക്കുന്ന പോലെയല്ല ഒരു മുശ്രിക്കിനോട്. അത് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശിക്ക് ഓതി കൊടുത്തത്. ഏത് സൂറത്താണ്? സൂറത്ത് മറിയം ഓതി കൊടുത്തു. നജ്ജാശിക്കാരനും അത് കേട്ടിട്ട് മുസ്ലിമായി പിന്നീട്. ഇങ്ങനെ മദഉ ആരാണ് നമ്മൾ ക്ഷണിക്കുന്നത് അവരെ അറിയുക എന്നത് ഒരു തൗത്തീനുണ്ടാവും. അവരെ ക്ഷണിക്കാൻ വേണ്ടി ഒരുങ്ങാൻ മുആദിന് സാധിക്കും. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഫലിയകുൻ അവ്വല മാ തദഊഹും ഇലൈഹി ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ റിവായത്തിൻ ഇലാ അയ്യുഹിദുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്കാണ് താങ്കൾ ആദ്യം ക്ഷണിക്കേണ്ടത്. എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിലേക്ക് ക്ഷണിക്കാൻ സാധിക്കുക? അതിലാദ്യം തന്നെ ഉള്ളത് എന്താ? അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ മുഴുവൻ അവൻ ഒഴിവാക്കണം, നിഷേധിക്കണം. അള്ളാഹു പറഞ്ഞു, ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുഅ്മിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽഉർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ. ആര് താഗൂത്തുകളെ നിഷേധിച്ചോ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും നിഷേധിച്ചോ, അള്ളാഹുവിൽ വിശ്വസിച്ചോ, അവൻ ബലമുള്ള ഒരു കയറിലാണ് പിടിച്ചിരിക്കുന്നത്. എന്താണ് ഈ അൽ-ഉർവത്തുൽ വുസ്ഖാ എന്ന് പറഞ്ഞാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലാണ് അവൻ പിടിച്ചിട്ടുള്ളത്. അത് പൊട്ടിപ്പോവുകയില്ല. ഇതിലേക്കാണ് ക്ഷണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറയും. ഇത് പറഞ്ഞിട്ട് മാത്രമാണ് നിസ്കാരം. ഇത് അംഗീകരിച്ചാൽ മാത്രമേ നിസ്കാരമുള്ളൂ. കാരണം അല്ലെങ്കിൽ അവന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, താങ്കൾക്ക് മുമ്പുള്ളവർക്കും അല്ലാഹു വഹി നൽകിയ കാര്യമാണ്, ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, അമൽ മുഴുവൻ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ഒരു അമലും പ്രയോജനപ്പെടുകയില്ല. ഇതനുസരിച്ചാലേ അടുത്തതിലേക്ക് ക്ഷണിക്കേണ്ടതുള്ളൂ. ഈ ശിർക്കുള്ളവനെ മറ്റേതിലേക്ക് ക്ഷണിച്ചിട്ട് കാര്യമില്ല.
وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. എല്ലാ റസൂലുകളെ അയച്ചത് എന്തിനാണ്? അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറയാൻ. അതവർ അനുസരിച്ചാൽ ഫഅലിംഹും, അവരറിയിക്കുക, അന്നല്ലാഹ ഫറദ അലൈഹിം, അല്ലാഹു അവർക്ക് ഫർദാക്കിയിരിക്കുന്നു, 5 സ്വലവാത്തിൻ, 5 നേരത്തെ നമസ്കാരം, ഫി കുല്ലി യൗമിൻ വലൈല, എല്ലാ ദിവസവും രാത്രിയും പകലിലും ഒക്കെ ആയിട്ട്. ഇസ്ലാമിലെ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? നമസ്കാരം. അല്ലാഹു ആദ്യം വിചാരണ ചെയ്യുന്നത് നമസ്കാരം. ഒരാളുടെ ബാക്കി ജീവിതം മുഴുവൻ നന്നാകുന്നത് നമസ്കാരം കൊണ്ടാണ്. സഹാബത്ത് ഒരു അമൽ ഒഴിവാക്കുന്നതും കുഫറായി കണ്ടിരുന്നില്ല നിസ്കാരമല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഹ്ദു അല്ലദീ ബൈനനാ വബൈനഹും അസ്സലാഹ് ഫമൻ തറക്കഹാ ഫഖദ് കഫർ. നമുക്കും അവർക്കും ഇടയിലുള്ള കരാർ, വ്യത്യാസം എന്താണ്? അത് നമസ്കാരമാണ്. ആരത് ഉപേക്ഷിച്ചോ അവൻ കാഫറായി വരും. ഒരുവനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 24 മണിക്കൂർ കൊണ്ട്. എന്നാൽ ബാക്കി ഒരു ഇബാദത്ത് കൊണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. റമദാൻ വർഷത്തിൽ ഒരു മാസം മാത്രമാണ്. സകാത്തും അങ്ങനെ തന്നെ, അവനൊരു ഹൗലെത്തിയാലേ കൊടുക്കേണ്ടുള്ളൂ. കൊടുത്തോ ഇല്ല നമുക്കറിയില്ല. ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ്. നിസ്കാരം 5 വക്ത്. ശ്വാസം നിലക്കുന്നത് വരെ നിസ്കാരമുണ്ട്. ഒരവസ്ഥയിലും നിസ്കാരം ഒഴിവാക്കാൻ പറ്റുകയില്ല. രോഗിയാണ്, അവന് നിൽക്കാൻ കഴിയുന്നില്ലേ? ഇരുന്നിട്ട് നിസ്കരിക്കാം. അതിനും കഴിയുന്നില്ലേ? കിടന്നിട്ട് നിസ്കരിക്കാം. എങ്ങനെയാണ് അവന് കഴിയുന്നത് അതുപോലെ നിസ്കരിക്കാം. ഞങ്ങൾക്ക് വെള്ളം ഇല്ലേ? തയമ്മും ചെയ്യുക. തയമ്മും ചെയ്യാനൊന്നുമില്ലേ? നീ എങ്ങനെയാണുള്ളത് ആ അവസ്ഥയിൽ നിസ്കരിക്കുക. ഇമാം ബുഖാരി പ്രത്യേക ഒരു ബാബ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളമില്ല, തയമ്മും ചെയ്യാനൊന്നുമില്ല, നീ എന്ത് ചെയ്യുക? ഏതവസ്ഥയിലാണ് ഉള്ളത് ആ അവസ്ഥ നിസ്കരിക്കുക. കാരണം ഈ മജിൽമ അടിച്ചിട്ട് തയമ്മും ചെയ്യാന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മുൻഗാമികൾക്കിടയിൽ തന്നെ. മണ്ണ് തന്നെ വേണം എന്ന് അഭിപ്രായമുള്ള ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു, ഇതൊന്നും മണ്ണ് ഒന്നുമില്ലെങ്കിലോ എന്ത് ചെയ്യുക? ഉള്ള അവസ്ഥയിൽ നമസ്കരിക്കുക. ഒന്നും ചലിക്കുന്ന എന്റെ ശരീരത്തിൽ ഒരു അവയവവും ചലിക്കുന്നില്ലെങ്കിലും നീ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. എങ്ങനെയാണ് നിനക്ക് പറ്റുന്നത് അതുപോലെ. ഒരവസ്ഥയുമില്ല നിസ്കാരം ഒഴിവാക്കാൻ. നോക്കൂ നിങ്ങൾ, ഏറ്റവും മഹത്തരമായ ഇബാദത്ത് അത് ഒഴിവാക്കിയവൻ മില്ലത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാഫിറാകും എന്നതാണ് പണ്ഡിതന്മാരുടെ 2 അഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായ അഭിപ്രായം. മില്ലത്തിൽ നിന്ന് തന്നെ അവൻ പുറത്തു പോകും. അവരോട് പിന്നെ മുസ്ലിമിനോടുള്ള യാതൊരു ഇടപാടും പാടില്ല. അതാണ് നമസ്കാരത്തിന്റെ പ്രാധാന്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നമ്മോട് ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. അമലുകളിൽ എല്ലാ മുൻപുള്ള സമുദായങ്ങൾക്കും അല്ലാഹു നമസ്കാരം നിർബന്ധാക്കിയിട്ടുണ്ട്. ഈ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയുന്നത്? ഈ ഹദീസിൽ എന്താണ്? ഫഅലിംഹും, അവരെ അറിയിക്കുക, അന്നല്ലാഹ ഫറദ അലൈഹിം സദഖതൻ തുഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദ്ദു അലാ ഫുഖറാഇഹിം. അവരിൽ നിന്ന്, അവരുടെ സമ്പന്നരിൽ നിന്ന് പിരിച്ചെടുക്കുകയും എന്നിട്ട് അവരുടെ ഫഖീർമാർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുക. അങ്ങനെയുള്ള സദഖ അവർക്ക് നിർബന്ധമായിരിക്കും, അഥവാ സക്കാത്ത്. ഇതാർക്കാണ് സക്കാത്ത് നിർബന്ധം? സക്കാത്ത് കൊടുക്കൽ ആർക്കാണ് നിർബന്ധമായിട്ടുള്ളത്? ഒന്ന്, അതിന്റെ നിസാബ് എത്തിയ ആളുകൾക്ക്. സ്വർണമാണെങ്കിൽ സ്വർണത്തിന്റെ നിസാബ്, ഒരു അളവുണ്ട്, ആ അളവ് എത്തിയ ആൾക്ക്. എന്നിട്ട് ആ അളവ് എത്തുകയും 1 വർഷം തികയുകയും ചെയ്യണം. അപ്പോഴാണ് അവൻ സക്കാത്ത് കൊടുക്കേണ്ടത്. അത് ധാന്യങ്ങളിലുമുണ്ട് നിസാബ്. ഒട്ടകത്തിന് നിസാബുണ്ട്, ആടിന് നിസാബുണ്ട്. എത്തിയിട്ടൊരു കൊല്ലാണ്, അപ്പോഴാണ് സക്കാത്ത് അവൻ കൊടുക്കേണ്ടത്. ഇത് ആരാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് വാങ്ങി വിതരണം ചെയ്യേണ്ടത്? മുസ്ലിം ഭരണാധികാരിയാണ്. സക്കാത്ത് വാങ്ങി വിതരണം ചെയ്യേണ്ടത്. അത് ഈ ഹദീസിൽ നിന്ന് വ്യക്തം. തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം. സമ്പന്നരിൽ നിന്ന് പിരിച്ചെടുക്കുക, പാവങ്ങൾക്ക് കൊടുക്കുക. ഇനി ഭരണാധികാരി ഇല്ലാത്ത സന്ദർഭങ്ങളിൽ, നമ്മളെ നാടുകൾ പോലെയുള്ള നാട്ടിലാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? സക്കാത്ത് സ്വന്തമായി കൊടുക്കാം. സ്വന്തമായി ആരാണോ 8 അവകാശികൾ കണ്ടെത്തി കൊടുക്കാം. അതുപോലെ അത് കുറച്ച് ആളുകൾ ചേർന്ന് പിരിച്ചെടുത്ത് അത് അവകാശികൾക്ക് വിതരണം ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ജായിസാണ്, അതും അനുവദനീയമാണ്.
പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് എന്തേ പാടുള്ളൂ എന്നാണ്. നമ്മൾ സംഘടിത സക്കാത്ത് മാത്രമേ പാടുള്ളൂ എന്നാണ് പല ആളുകളും വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല, മറിച്ച് യജൂസ് നല്ല വിശ്വസ്തരായ ആളുകളാണെങ്കിൽ, നല്ല ആൾക്ക് കൊടുക്കുന്ന ആളാണെങ്കിൽ സംഘടിതമായി നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഒറ്റക്കും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തുഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദ്ദു അലാ ഫുഖറാഇഹിം, അവരുടെ സമ്പന്നരിൽ നിന്ന് പിരിച്ചെടുക്കുകയും ദരിദ്രർക്ക് അത് കൊടുക്കുകയും ചെയ്യുന്നു. ഫഇൻഹും അതാഉ ലിദാലിക, അവർ അതിൽ നിന്ന് അനുസരിക്കുകയാണെങ്കിൽ ഫഇയ്യാക, നീ സൂക്ഷിക്കണം, വകറാഇമ അംവാലിഹിം. എന്താണ് കറാഇമ അംവാൽ? അവരുടെ സമ്പത്തിലെ മുന്തിയ ഇനങ്ങളെ നീ സൂക്ഷിക്കുക. എന്താണ് ആ പറഞ്ഞത്? മുന്തിയ ഇനത്തെ നീ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, സക്കാത്ത് പിരിച്ചെടുക്കുന്ന ഭരണാധികാരി കാലികളാണെങ്കിൽ കാലികളെ പിരിച്ചെടുക്കും. അതിൽ വളരെ വില കൂടിയ ഈ സ്വത്തിന്റെ ഉടമസ്ഥൻ നല്ല വില മതിക്കുന്ന മുന്തിയ ഇനം ഒന്നുണ്ട്. അപ്പോ പിരിച്ചെടുക്കാൻ ചെല്ലുന്ന ആള് പറയാണ് ഇതിനെ തന്നെ വേണം സക്കാത്തായിട്ട്. അങ്ങനെ പറയാൻ പാടുണ്ടോ? പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? പിരിച്ചെടുക്കുന്ന ആൾക്ക് ഏറ്റവും മുന്തിയതിനെ പിരിച്ചെടുക്കൽ ഹറാമാണ്, അയാൾ ചെയ്യാൻ പാടില്ല. പിരിച്ചെടുക്കാൻ ഭരണാധികാരി ഏൽപ്പിച്ച ആൾ വന്നാൽ, കൊടുക്കുന്ന ആളുണ്ടല്ലോ, സക്കാത്ത് കൊടുക്കുന്ന ആൾ, അയാൾ ആ കൂട്ടത്തിൽ ഏറ്റവും മോശമായതിനെ കൊടുക്കൽ അയാൾക്കും ഹറാമാണ്. മനസ്സിലായോ? പിരിച്ചെടുക്കാൻ വന്ന ആള് സക്കാത്തിന്റെ ഇനത്തിൽ ഏറ്റവും മുന്തിയ, അയാൾ ഏറ്റവും വില മതിക്കുന്ന വില കൂടിയ സാധനത്തിനെടുത്തിട്ട് ഇത് സക്കാത്ത് ബൈത്തുൽ മാലിലേക്ക് കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകാൻ പാടില്ല. പിരിക്കാൻ വേണ്ടി ആള് വന്നാൽ ഏറ്റവും വെടക്കായതിനെടുത്തിട്ട് ഇതിനെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാൻ ആർക്കും പാടില്ല, കൊടുക്കുന്ന ആൾക്കും പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? അതിന്റെ ഇടയിലുള്ളത് ഇദ്ദേഹം കൊടുക്കണം. ഇനി കൊടുക്കുന്ന ആള് അയാളുടെ മനസ്സ് തൃപ്തിപ്പെട്ടിട്ട് അയാൾ പറയണം ഏറ്റവും മുന്തിയ ഇനത്തിന് തന്നെ ഇതന്നെ എടുത്തോളൂ സക്കാത്തിന് എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. അയാൾ ഇങ്ങോട്ട് തന്നാൽ, കരീമത്തായ അയാളുടെ സമ്പത്തിൽ നിന്ന് അയാൾ തന്നാൽ അത് വാങ്ങാം. അത് ഭരണാധികാരി ഏൽക്കുന്ന ആൾക്ക് സ്വീകരിക്കാം. പക്ഷെ അത് പിടിച്ചെടുക്കാൻ പാടില്ല. ഏറ്റവും മുന്തിയ ഇനത്തെ, ഏറ്റവും വില കൂടിയ ഇനത്തെ അയാൾ എന്തിനമായാലും പിരിച്ചെടുക്കുന്ന ഏതിനമായാലും, പുറമേക്ക് കാണുന്ന ഇനങ്ങൾ മാത്രമേ പിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? സക്കാത്ത് കൊടുക്കേണ്ട എല്ലാ വിഭവങ്ങളും ഭരണാധികാരിക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ? കഴിയില്ല. മറിച്ച് പ്രകടമായ ഇനങ്ങളെ മാത്രമേ പിരിച്ചെടുക്കാൻ സാധിക്കുള്ളൂ, ഭരണമുള്ള സ്ഥലത്ത് വരെ. ഇല്ലാത്തടത്ത് പിന്നെ പറയണ്ടല്ലോ. അങ്ങനെയാണ് ഈ കാര്യത്തിൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫയ്യാക വകറാഇമ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ ഏറ്റവും മുന്തിയ ഇനത്തെ നീ സൂക്ഷിക്കുക, അതിനെ പിടിച്ചെടുക്കരുത്. കാരണം അത് ദുൽമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിനൊക്കെ തെളിവുണ്ട് നമുക്ക്. സമ്പത്ത് എന്നത് അതിനോടുള്ള സ്നേഹം പ്രകൃതിപരമായ കാര്യമാണ്, തബീഇയായ കാര്യമാണ്, ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിശുക്ക് നമ്മൾ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയപ്പോ നബി പിശുക്കിനെ വിശേഷിപ്പിച്ചത് എന്താണ്? ശുഹ്ഉൻ മുതാഉൻ. ശുഹ്ഉൻ മുതാഉൻ, അനുസരിക്കപ്പെടുന്ന പിശുക്ക്. മനസ്സിൽ പിശുക്കുണ്ടായാൽ അത് തെറ്റല്ല, കാരണം അത് പിടിച്ചു വെക്കാൻ കഴിയില്ല. എന്നാൽ മനസ്സിലുള്ള പിശുക്കിനെ ഒരാൾ അനുസരിക്കുകയാണ്, ആ പിശുക്കുണ്ടായാൽ കൊടുക്കൽ നിർത്തുകയാണെങ്കിൽ അതാണ് തെറ്റ്. അല്ലാതെ മനസ്സിൽ കൊടുക്കാൻ പോകുമ്പോ കൊടുക്കണോ വേണ്ടേ എന്ന് തോന്നുന്നത് എന്തല്ല, നമ്മുടെ കയ്യിലല്ല. അതിന്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുകയില്ല ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ശുഹ്ഉൻ മുതാഅ, അനുസരിക്കപ്പെടുന്ന പിശുക്ക്. കാരണം പിശുക്ക് തോന്നുക എന്നത് മനുഷ്യന്റെ പ്രകൃതമാണ്. കാരണം മനുഷ്യൻ അള്ളാഹ് പഠിച്ചത് എന്തെന്നാണ്? മണ്ണിൽ നിന്നാണ്. മണ്ണിന്റെ സ്വഭാവം എന്താ? മണ്ണ് പിടിച്ചു വെക്കും. അതുപോലെ മനുഷ്യന്റെ പ്രകൃതമാണ് അവൻ പിടിച്ചു വെക്കുന്നവനാണ് എന്നത്. പക്ഷേ അത് തോന്നും, പക്ഷെ അതനുസരിക്കുമ്പോഴാണ് അതിൽ തെറ്റു വരുന്നത്. കാരണം സമ്പത്ത് എന്നത് അതിനോട് പ്രിയമുണ്ടാകുക, വസ്ത്രത്തോട് പ്രിയമുണ്ടാകുക, വാഹനത്തോട് പ്രിയമുണ്ടാകുക, ഇതൊക്കെ മനുഷ്യന്റെ പ്രകൃതിയിലുള്ളതാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ്. ഇതൊക്കെ മനുഷ്യന് അലങ്കാരമായി തോന്നിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്.
അതാണ് വയ്യാക വഖറാഇമ അംവാലിഹിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം. അടുത്ത വാചകം നോക്ക്, വത്തഖി ദഅവതൽ മദ്ലൂം. വത്തഖി ദഅവതൽ മദ്ലൂം. മദ്ലൂമിന്റെ ദുആ നീ സൂക്ഷിക്കുക. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈന അല്ലാഹി ഹിജാബ്. അതിനും അല്ലാഹുവിനും ഇടയിൽ ഒരു മറയുമില്ല. ഇത്തഖി ദഅവതൽ മദ്ലൂം എന്ന് പറഞ്ഞാൽ ഇജ്അൽ ബൈനക വബൈനഹാ വിഖായതൻ ബിൽ അദ്ലി വതർകി ദുൽമി. നീ മദ്ലൂമിന്റെ പ്രാർത്ഥനക്കും നിനക്കുമിടയിൽ ഒരു മറയുണ്ടാക്കുക. എന്തിനെ കൊണ്ടാണ് മറയുണ്ടാക്കേണ്ടത്? നീതി കൊണ്ട്, അവനെ മർദ്ദിക്കാതിരിക്കുക എന്നതുകൊണ്ട്. എന്നാൽ നിനക്ക് അത് കിട്ടൂല, നിനക്കെതിരെ വരികയില്ല. നീ ഒരിക്കലും എന്ത് ചെയ്യരുത്? അനീതി ചെയ്യരുത്, അവനെ ദ്രോഹിക്കരുത്. നമ്മളെ ദ്രോഹിക്കാതെ അവൻ വെറുതെ നമ്മളെ പിരാകാണ്, അവൻ നമ്മളെ ശപിക്കുകയാണ്. അപ്പൊ ആരാ മധുരവും? നമ്മളെ മധുരവും, അവനല്ല മധുരവും. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും, നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, വെറുതെ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ ഊഹത്തിന്റെ പേരിൽ ശപിക്കുക, പിരാകുക, അതിന് നമ്മളാണ് അപ്പൊ മധുരവുമാവുക, അവനല്ല. ശാപം എന്നത് നമ്മൾ ആരെയാണോ ശപിക്കുന്നത് അവർക്ക് അതിന് അർഹതയില്ലെങ്കിൽ തിരിച്ചടിക്കും. ദുൽമ ചെയ്യാതെ, അക്രമം ചെയ്യാതെ നീ മദ്ലൂമിന്റെ ദുആക്കും നിനക്കുമിടയിൽ ഒരു വിഖായ, ഒരു തടസ്സമുണ്ടാക്കുക എന്നാണ് ഇത്തഖി, നീ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ആരോടും ദുൽമ ചെയ്യാതിരിക്കുക, ദ്രോഹിക്കാതിരിക്കുക. ദ്രോഹിക്കപ്പെട്ടവന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുക. അതിനെമ്പാടും ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ കാണാം, എമ്പാടും ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും, പല പല ഉദാഹരണങ്ങൾ. അതിൽപ്പെട്ടതാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദാഹരണം. അദ്ദേഹത്തിന് കൂഫക്കാർ അദ്ദേഹത്തെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു, കൂഫക്കാർ അദ്ദേഹത്തെ കുറിച്ച് മോശമായി പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞൊരാൾക്കെതിരിൽ പ്രാർത്ഥിച്ചു. ആള് പിൽക്കാലത്ത് വളരെ മോശക്കാരനായി, വളരെ അതിന്റെ ദുരന്തങ്ങൾ അനുഭവിച്ച ചരിത്രം കാണാം. അതുപോലെ മറ്റൊരു സഹാബിയെ സ്വത്ത് തട്ടിയെടുത്തു എന്ന് ആരോപിച്ചതിന്റെ പേരിൽ സഹാബി ദുആ ചെയ്തു. ഒരു സ്ത്രീയാണ് ആരോപിച്ചത്. ആരെ ദ്രോഹം കൂടിയപ്പോ അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുമ്മ അമ്മി ബസറഹ വജഅൽ ഖബ്റഹ ഫീ ബൈതിഹ. അല്ലാഹു അവരുടെ കാഴ്ച നീ നശിപ്പിച്ചു കളയണമേ, അവരുടെ ഖബർ നീ അവരുടെ വീട്ടിൽ തന്നെ ആക്കണേ. ആ പെണ്ണിന്റെ കാഴ്ച പിന്നീട് പോയി. അവസാനം പറമ്പിൽ തന്നെയുള്ള ഒരു കിണറ്റിൽ വീണ് അതിൽ മരിച്ചു. ഇങ്ങനെ എമ്പാടും ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. മദ്ലൂമിന്റെ ദുആക്ക് അള്ളാഹു ഉത്തരം ചെയ്യുന്നത്. അത് ചിലപ്പോൾ മദ്ലൂം ആള് ഫാസിഖായിരിക്കും, തോന്നിയവസായിരിക്കും, എന്നാലും അവൻ മർജിതനാണെങ്കിൽ അവൻ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും എന്നാണ്. അതിനെ സൂക്ഷിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹുവിനും അതിനും ഇടയിൽ യാതൊരു മറയുമില്ല. ഇന്നഹു ലൈസ ബൈനഹാ വബൈന അല്ലാഹി ഹിജാബുൻ. അള്ളാഹുവിനും അതിനും ഇടയിൽ, ആ ദുആക്കും ഇടയിൽ മറയില്ല. നോക്കൂ നിങ്ങൾ, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അറിയിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ? ഒന്ന്, തൗഹീദ്. തൗഹീദിൽ അവർ നിന്നെ അനുസരിച്ചാൽ നമസ്കാരം, അതിൽ അവർ നിന്നെ അനുസരിച്ചാൽ ജക്കാത്ത്. പിന്നെ മുആദിനോട് നബി പറയാണ് ചില കാര്യങ്ങൾ സൂക്ഷിക്കാൻ, അവരോട് അറിയിക്കാൻ ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി 2 കാര്യങ്ങളെ പറയാതിരുന്നത്? നോമ്പിന്റെയും ഹജ്ജിന്റെയും കാര്യം പ്രത്യേകം പറയാതിരുന്നത്? അതിന് പല മറുപടികളുണ്ട്. ഒന്ന്, നിങ്ങൾ നോക്ക്, ഈ നോമ്പും ഹജ്ജും എന്ന് പറയുന്നത്, ഒന്ന് നോമ്പുകാരൻ നോമ്പ് നോറ്റോ ഇല്ലേ എന്ന് നമുക്കറിയാൻ പറ്റുമോ? ഒരാളെ കണ്ടാൽ ഇല്ല. ഇയാൾ ഹജ്ജിന് പോകാനുള്ളത് ഇയാൾക്കുണ്ടോ എന്നറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഭരണാധികാരിയായി ഒരാളെ, ദാഇയായി ഒരാളെ ഒരു സ്ഥലത്തേക്ക് അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനമാണ്, ഇതനുസരിക്കാത്തവരോട് അവർക്ക് എന്തുണ്ട്? യുദ്ധമുണ്ട്, ജിഹാദുണ്ട് ഈ ഭരണാധികാരിയായി ഇവിടെ ചെല്ലുന്ന ആളുകൾക്ക്. അപ്പൊ അവരിത് നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്? പ്രകടമായി കാണുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഷഹാദത്ത് അവർ സാക്ഷ്യം വഹിച്ചാൽ, നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നാൽ, സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അവർ കാഫിറാവുകയില്ല. പക്ഷെ സക്കാത്ത് തടഞ്ഞു വച്ചാൽ അതിന്റെ പേരിൽ ഭരണാധികാരിക്ക് അവരോട് യുദ്ധം ചെയ്യാം. അതെന്തുകൊണ്ടല്ല? അവർ കാഫിറായതുകൊണ്ടല്ല. പിന്നെ അത് സക്കാത്തിന് അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലാഹി ലൗ മനഊനി ഇഖാലൻ കാനൂ യുഅതൂനഹു
ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇ. സഹീഹുൽ ബുഖാരിയിൽ കാണാം, അള്ളാഹുവാണ് അള്ളാഹുവിന്റെ റസൂലിന് അവർ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഒട്ടകത്തിന്റെ കയറാണെങ്കിലും എനിക്കവർ തരൂല എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് അതിന്റെ പേരിൽ യുദ്ധം ചെയ്യും. അപ്പൊ സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞ ആളുകളോട് യുദ്ധം നടത്തുന്നവർ കാഫറായത് കൊണ്ടല്ല, മറിച്ച് സക്കാത്ത് കൊടുക്കാതിരുന്നതിന്റെ പേരിൽ. ഇനി ഇസ്തിഹ്ലാൽ നടത്തിയ അങ്ങനെ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ കാഫറായി പോകും. അതേത് കാര്യം അങ്ങനെ തന്നെയാണ്. ഒരാൾ കണ്ടുപിടിച്ചിട്ട് വരാൻ ഇത് ഹലാലാണ് എന്ന് പറഞ്ഞാൽ കാഫറായി പോകും. അങ്ങനെ പറയാതെ ഒരാൾ കുടിച്ചാൽ, ഹറാമാണെന്ന് അറിഞ്ഞിട്ട് അത് അംഗീകരിച്ചുകൊണ്ട് ഒരാൾ കുടിച്ചാൽ അവൻ വലിയ തെറ്റ് ചെയ്തു, പക്ഷെ കാഫറായി എന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പൊ പ്രകടമായി കാണുന്ന കാര്യങ്ങളാണ് ഷഹാദ, അതുപോലെ നിസ്കാരത്തിന് വരിക, അതുപോലെ സക്കാത്ത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഹജ്ജ് നമുക്കറിയാം, അത് ജീവിതത്തിൽ ഒരു വട്ടാണ് നിർബന്ധമായിട്ടുള്ളത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് നിർബന്ധമായിട്ടുള്ളത്, അല്ലാതെ ബാക്കിയുള്ള ആമലുകൾ പോലെയല്ല. ബാക്കിയുള്ളതൊക്കെ എങ്ങനെ? നമസ്കാരം എല്ലാ ദിവസവും 5 നേരം, സക്കാത്ത് അതിന്റെ നിസാബ് എത്തിയവന് 1 വർഷം അവന്റെ കയ്യിൽ ആ പണം ഉണ്ടെങ്കിൽ ഒരു ഹൗല് തികന്ന. നോമ്പ് വർഷത്തിലൊരു മാസം, ഹജ്ജോ ജീവിതത്തിൽ ഒരു തവണയാണ് നിർബന്ധം, ഫർദ് ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ്. ഇപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസിൽ നമുക്ക് കാര്യമായി മനസ്സിലാക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിക്കാൻ പറഞ്ഞത്, ആദ്യമായി ക്ഷണിക്കാൻ പറഞ്ഞത് എന്തിലേക്കാണ്? തൗഹീദിലേക്കാണ്. അതാണ് ഏതൊരു ദാഇയുടെയും രീതി. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഏതൊരാളും അങ്ങനെയാണ് ക്ഷണിക്കേണ്ടത്. തൗഹീദിലേക്കാണ് ആദ്യം ക്ഷണിക്കേണ്ടത്. തൗഹീദ് ഇല്ലാത്തവനോട് നിസ്കരിക്കുന്ന പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവനോട് നോമ്പെടുക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല, കള്ളുടിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനോട് ആദ്യം തൗഹീദാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് ഈ ഹദീസിലെ വലിയ പാഠം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പറഞ്ഞയച്ച ഹദീസ്. അടുത്ത ഹദീസ് നോക്ക്. വലഹുമാ അൻ സഹൽ ഇബ്നു സഅദ് അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യൗമ ഖൈബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിന്റെ അന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിന്റെ അന്ന് പറഞ്ഞതായി ആര് റിവായത്ത് ചെയ്യുന്നു? ഏതാ സഹാബി? സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് സഹൽ ഇബ്നു സഅദ് ഇബ്നു മാലിക് ഇബ്നു ഖാലിദ് അൽ അൻസാരി. അൻസാരിയായ സഹാബിയാണ്. ഖസ്റജ് ഗോത്രക്കാരനാണ്. സായിദി, ഖസ്റജിൽ തന്നെ പെട്ട സായിദി ആ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. സായിദ് ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അവരാണ് സായിദി എന്ന് പറയുന്നത്. സഹൽ ഇബ്നു സഅദ് ഇബ്നു മാലിക് ഇബ്നു ഖാലിദ്. സഹൽ ഇബ്നു സഅദിന്റെ പ്രത്യേകത, സഹൽ ഇബ്നു സഅദിന്റെ പിതാവും സഹാബിയാണ്. ആരായിരിക്കും? സഅദ് ഇബ്നു മാലിക്. സഅദ് ഇബ്നു മാലിക്. ഇദ്ദേഹത്തിന്റെ കുഞ്ഞത്ത് അബുൽ അബ്ബാസ് എന്നാണ്. അബുൽ അബ്ബാസ്, അബ്ബാസിന്റെ ഉപ്പ എന്നാണ് വിളിക്കപ്പെടുന്നത്. അബുൽ അബ്ബാസ്. ഈ പേരുള്ള വേറൊരു സഹാബി കൂടി ഉണ്ട്. ആരത്? അബുൽ അബ്ബാസ് എന്ന് കുഞ്ഞത്തുള്ള വേറൊരു സഹാബി ആരാ? ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസിന്റെ കുഞ്ഞത്ത് എന്താ? അബുൽ അബ്ബാസ്. അബ്ബാസിന്റെ ഉപ്പ എന്ന് കുഞ്ഞത്തുണ്ട്. അവന്റെ ഉപ്പാന്റെ പേരും മകന്റെ പേരും ഒന്നായാൽ നടുക്കുള്ള ആൾക്ക് കുഞ്ഞത്തുണ്ടാവും. ഇബ്നു അബ്ബാസ് എന്നുണ്ടാവും, അബുൽ അബ്ബാസ് എന്നും ഉണ്ടാകും. സഹൽ ഇബ്നു സഅദ് അബുൽ അബ്ബാസ്, അദ്ദേഹത്തിന്റെ പിതാവും സഹാബിയാണ്. ഹിജറ 88-ാം വർഷമാണ് വഫാത്തായത്. ഹിജറ 88-ാമത്തെ വർഷം. 100-ലധികം വർഷം ജീവിച്ചിരുന്നു. ആര്? സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക്കിനെ പോലെ ജീവിച്ചിരുന്നു. 100-ലധികം വർഷം ജീവിച്ചിരുന്നു സഹൽ ഇബ്നു സഅദ് അസ്സാഇദി എന്ന ഹദീസിൽ. പല ഹദീസുകൾ, ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. സഹൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു. സഹൽ ഇബ്നു സഅദ് ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൗമ ഖൈബർ. റസൂലുള്ളാഹി ഖൈബറിന്റെ ദിവസം പറഞ്ഞു. ഖൈബർ എന്നത് മദീനയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ്. ആരുമായിട്ടാണ് അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ ഏർപ്പെട്ടത്?
യഹൂദികളായിട്ടാണ്. യഹൂദികളുടെ സ്ഥലമായിരുന്നു ഇവിടെ ഖൈബർ. ഖുർആനിൽ ഈ യുദ്ധത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ കോട്ട തടഞ്ഞു വെച്ചു. എന്നിട്ട് അവർ അവരുടെ വീടും ഒക്കെ ഒഴിവാക്കിയിട്ട് അവിടെ നിന്ന് പോവുകയുണ്ടായി. അവർക്കുള്ള ശിക്ഷ നടപ്പാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. സഅദ് ഇബ്നു മുആദ് ആരാണ്? ഔസ് ഗോത്രത്തിന്റെ നേതാവാണ്. ഔസിന്റെ നേതാവാണ് സഅദ് ഇബ്നു മുആദ്. ഖസ്റജിന്റെ നേതാവാണ് സഅദ് ഇബ്നു ഉബാദ. രണ്ടു സഅദാണ്. അൻസാരികൾ, മദീനയിലെ മുസ്ലിങ്ങൾ അൻസാരികൾ രണ്ടു ഗോത്രക്കാരായിരുന്നല്ലോ. ഒന്ന് ഔസും ഖസ്റജും. അൽ ഔസ് അൽ ഖസ്റജ്. ഇവർ രണ്ടു കൂട്ടരും പരസ്പര യുദ്ധത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ്. റസൂലുള്ളാഹി വന്നതോടുകൂടി ഇവർ രണ്ടു കൂട്ടരും ഇസ്ലാമിൽ സഹോദരങ്ങളായി. അവരുടെ പ്രശ്നങ്ങൾ തീർന്നു. അതിനു മുമ്പ് എന്തായിരുന്നു? ഇവർ രണ്ടു പരസ്പരം യുദ്ധത്തിലായിരുന്നു. അപ്പോ യഹൂദികളായിട്ട് 3 ഗോത്രം. ഇത് രണ്ടും അറബ് ഗോത്രങ്ങളാണ്. യഹൂദികൾ 3 ഗോത്രം: ബനു നദീർ, ബനു ഖുറൈള, ബനു ഖൈനുഖ. ഇവരെ പണി എന്താ? ചിലര് ഹൗസിന്റെ കൂടെ, ചിലര് ഖസറജിന്റെ കൂടെ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുക എന്നുള്ളതാണ് ആരുടെ പണി? യഹൂദികളുടെ പണി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും ഇവർക്കിടയിൽ സുൽഹ് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇതിൽ ഔസ് ഗോത്രത്തിന്റെ സഈം, അവരുടെ തലവനാണ് ആര്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആ സഅദിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഅദ് മരണപ്പെട്ടപ്പോൾ എന്തായി? അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് രക്ഷപ്പെടുമായിരുന്നു. ഖബറിന്റെ ഫിത്നയിൽ നിന്ന്, ശിക്ഷയല്ല, ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. പരീക്ഷണം. അതുപോലെ ഖസ്റജിന്റെ സഈമാണ്, നേതാവാണ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. രണ്ടും സഅദ. ഇതിൽ ഖൈബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കീഴടക്കിയപ്പോൾ അവർക്കുള്ള ശിക്ഷ നടപ്പാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനെ ഏൽപ്പിച്ചു. സഅദ് ഇബ്നു മുആദിനെ ഏൽപ്പിച്ചു. സഅദിനോട് പറഞ്ഞു, താങ്കൾ പറയും, വിധി പറയും, എന്താണ് ഇവർക്ക് കൊടുക്കേണ്ടത്? സഅദ് ഇബ്നു മുആദ് പറഞ്ഞു, അവരിലെ പുരുഷന്മാരെ കൊന്നുകളയുകയും അവരിലെ ബാക്കിയുള്ള ആളുകളെ, സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കുകയും വേണം എന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ ഒരു നീതിയുടെ, അള്ളാഹുവിന്റെ ഹുക്കുമാണ്, രാജാവിന്റെ ഹുക്കുമാണ് പറഞ്ഞിരിക്കുന്നത്, ശരിയായ ഹുക്കുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന പുരുഷന്മാരാണ് അവിടെ ഉദ്ദേശം. യുദ്ധം ചെയ്യുന്ന പുരുഷന്മാർ എന്നതാണ് അവിടെ ഉദ്ദേശം. ഇങ്ങനെ ഖൈബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിക്ക് അല്ലാഹ് കീഴ്പ്പെടുത്തി കൊടുത്തു. അതിനെക്കുറിച്ചാണ് സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു ധാരാളമായി പറഞ്ഞിട്ടുള്ളത്. തുടക്കത്തിൽ വമാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറാ ഫമാ ഔജഫ്തും അലൈഹി മിൻ ഖൈരിൻ വലാ റികാബിൻ വലാകിൻ അല്ലാഹ യുസല്ലിതു റുസുലഹു അലാ മൻ യശാ. നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരുപാട് യുദ്ധാർജിത സ്വത്ത്, അതിനുവേണ്ടി നിങ്ങൾ കുതിരയെ ഓട്ടിയിട്ടില്ല, നിങ്ങൾ അധികം ബുദ്ധിമുട്ടിയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.